നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. അവിയലാണത്. അവിയലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കണ്ടു. അത് പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഗംഗാധരൻ ഡോക്ടറുടെ വീഡിയോ ആണ്. അതിൽ പുള്ളി പറയുന്നുണ്ട് നമ്മുടെ പരമ്പരാഗത ഭക്ഷണമായിട്ടുള്ള അവിയലും തോരനും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള, കുടൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മലാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളെയൊക്കെ അത് പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് പുള്ളി പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ് അവിയലിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അവിയൽ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ആ ഒരു രീതിയിൽ അഭിപ്രായപ്പെട്ടത്. നമ്മുടെ പരമ്പരാഗതമായ പ്യുവറായിട്ടുള്ള കേരളീയ ഭക്ഷണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിയൽ. ഈ അവിയലിന്റെ പ്രത്യേകത അവിയലിൽ ധാരാളം വെജിറ്റബിൾസ് ചേരുന്നു എന്നുള്ളതാണ്. ധാരാളം വെജിറ്റബിൾസ് ചേരുന്നതുകൊണ്ട് തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അവിയൽ. നമ്മൾ സാധാരണ ചോറ് ഒരു പറച്ചോറ്, ഒരു വലിയ ക്വാണ്ടിറ്റി ചോറും അതിന്റെ കൂടെ കുറച്ച് അവിയലും എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. പക്ഷെ അതൊരു തെറ്റായ രീതിയാണ്. യഥാർത്ഥത്തിൽ ചോറിന്റെ അളവ് കുറയ്ക്കുകയും അവിയലിന്റെ അളവ് വളരെ കൂട്ടുകയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിയലിന്റെ മാത്രമല്ല, അവിയലായാലും തോരനായാലും ഈ കറികളുടെ അളവ് വളരെ കൂട്ടുകയും അതിന് കഴിക്കുന്ന ചോറിന്റെ അളവ് കുറയ്ക്കുകയും ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അവിയൽ ഫൈബർ റിച്ച് എന്ന് മാത്രമല്ല, അവിയലിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ധാരാളം വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്കറിയാം തെക്കൻ ഭാഗത്തെ അവിയലും വടക്കൻ ഭാഗത്തെ അവിയലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വടക്കൻ ഭാഗത്തെ അവിയലിൽ അവർ തൈര് ചേർക്കുന്നുണ്ട്, പുളി ഉണ്ടാക്കാൻ വേണ്ടി തൈര് ചേർക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ ഇതൊന്ന് വായിച്ചപ്പോൾ ആയുർവേദത്തിലൊരു പഴയ കാലത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അത് ഈ പാചകത്തെക്കുറിച്ചും അതുപോലെ ആയുർവേദത്തിലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചും അത് പ്രോസസ്സ് ചെയ്താൽ ഇന്ന വസ്തു ഇന്നതിനോട് ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന ഗുണം എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ക്ഷേമ കുതൂഹലം എന്നാണ്. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ ഈ വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ചും ആയുർവേദ ഡോക്ടർമാരുടെ സബ്ജക്റ്റ് ആണല്ലോ ഈ ഇന്ന ഭക്ഷണം ഇതുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ എന്താണ് എഫക്റ്റ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന പുസ്തകമായതുകൊണ്ട് തന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ക്ഷേമ കുതൂഹലം. അവിയലിനെ കുറിച്ച് കേട്ടപ്പോൾ ക്ഷേമ കുതൂഹലം എടുത്ത് വെച്ചൊന്ന് വായിച്ചു. പക്ഷെ അവിയലിനെ കുറിച്ച് എക്സാക്ട്ലി ക്ഷേമ കുതൂഹലത്തിൽ പറയുന്നില്ല. പക്ഷെ അവിയലിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാചകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതില് അവിയലിന്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചേന. അവിയലിന്റെ ക്ലാസിക്കൽ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ കൊണ്ടാണല്ലോ അവിയൽ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴാണ് അതിനകത്ത് പിന്നെ ക്യാരറ്റും ഒക്കെയുള്ള സാധനങ്ങൾ വെച്ച് മോഡേൺ ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ക്ലാസിക്കൽ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന അവിയൽ എന്ന് പറഞ്ഞാൽ ചേനയൊക്കെ ചേർന്നിട്ടാണ്. അപ്പൊ ചേനയുടെ ഒരു പ്രോസസ്സിംഗ് എന്ന് നോക്കുന്ന സമയത്ത് ആ ക്ഷേമകുതൂഹലം പുസ്തകത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ചേന പാചകം ചെയ്യേണ്ടത് അമ്ലദ്രവ്യങ്ങൾ, അതായത് പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടാണ് അത്രേ ചേന പാചകം ചെയ്യേണ്ടത്. അങ്ങനെ പാചകം ചെയ്താൽ അതിന്റെ ഗുണം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവിയലിലൊക്കെ എന്തുകൊണ്ടായിരിക്കാം പുളി ചേർക്കുന്നത്? അവിയലിലൊക്കെ ചിലപ്പോൾ തക്കാളിയുടെ പുളിയോ അല്ലെങ്കിൽ വടക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ തൈരോ ഒക്കെ പുളി ഉള്ള സാധനങ്ങൾ ചേർക്കുന്നത് ഒരുപക്ഷെ ഈ ചേന പണ്ട് കാലത്ത് ചേർത്തിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചേന ചേർക്കുമ്പോൾ ആ ചേനയുടെ ഒരു ശുദ്ധീകരണം, അതായത് ചേനയ്ക്ക് ഒരു ചൊറിച്ചിലും അതിനകത്തൊരു ചെറിയൊരു വിഷസ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ശുദ്ധീകരണത്തിനും കൂടെ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇതിനകത്ത് ചേന പാചകം ചെയ്യുമ്പോൾ അതിനകത്ത് അമ്ലദ്രവ്യങ്ങൾ ചേർക്കാൻ ഈ പറഞ്ഞ ക്ഷേമകുതൂഹലം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ അതേ പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കാം നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന അവിയലിനകത്ത് നമ്മൾ ഈ അമ്ലദ്രവ്യങ്ങൾ, അതായത് പുളിയുള്ള തൈരായാലും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളായാലും കുറച്ച് ചേർക്കുന്നതിനുള്ള കാരണം ചിലപ്പോൾ അതായിരിക്കാം. എന്തായാലും ഈ ചേനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ചേന ആയുർവേദ പ്രകാരം ഈ അർശസ് പോലത്തെ രോഗങ്ങൾക്കൊക്കെ വളരെ ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നായിട്ടാണ് ചേന പറയുന്നത്. അപ്പം ഈ അർശസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ റെക്ടൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡൈജസ്റ്റ് സംബന്ധമായിട്ടുള്ള, വയറ് സംബന്ധമായ, കുടൽ സംബന്ധമായ എസ്പെഷ്യലി അങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ചേന അധികമായി ചേർത്തിട്ടുള്ള അവിയലൊക്കെ കഴിക്കാം. ചേന കുറച്ച് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. ഇനി ചേന ഉൾപ്പെടുത്തിയില്ലെങ്കിൽ തന്നെയും അവിയലിൽ ഉപയോഗിക്കുന്ന പച്ചക്കായ, വാഴക്കായ ആയാലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളായാലും എല്ലാം തന്നെ നല്ല ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബവൽ പാസേജിന് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊരു മലശോധനയ്ക്ക് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ അത് വരാതിരിക്കുന്നതിനും വന്നവർക്ക് അതിൻ്റെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പഥ്യമായിട്ട് തന്നെ കഴിക്കാം. പക്ഷെ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന പോലത്തെ ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചാൽ പോരാ, നമ്മളത് കുറച്ചുകൂടി വലിയ ക്വാണ്ടിറ്റിയിൽ, നമ്മുടെ ചോറും അവിയലും എന്നുള്ളത് മാറ്റിയിട്ട് അവിയലിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും
ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി മുതൽ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുകയും ഈ കാർബ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിയലിനെ കുറിച്ചുള്ളൊരു ആയുർവേദപരമായിട്ടുള്ളൊരു വീക്ഷണത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.